ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ വ്ളോഗായെന്ന് തോന്നുന്നു. ഈ ആദ്യം ഇങ്ങനെ ഓരോന്ന് നമ്മൾ പറഞ്ഞാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിരുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ ഇപ്രാവശ്യം ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 100 പേരെന്നൊന്നുമല്ല പറയുന്നത്, ഒരു 10-25-30 കമൻറ്റുകളും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വ്യൂസും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കൊച്ചു വ്ളോഗിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഈ ഒരു ചെറിയ സപ്പോർട്ടാണ് പിന്നെ വലുതായി മാറുന്നത്. നമുക്ക് ഒരു എന്താ പറയുക, നമ്മളൊരു ചെടി വളരണമെങ്കിൽ അതിൻ്റെ ആ വളവും അതിൻ്റേതായ വെള്ളമെല്ലാം കൊടുത്തെങ്കിലേ വളരുള്ളൂ. അപ്പം എൻ്റെ ചെടിയും വളവും തന്നെ പറയുന്നത് നിങ്ങൾ പ്രേക്ഷകരാണ്. അപ്പം തീർച്ചയായിട്ടും ഈ കൊച്ചു കാര്യങ്ങൾ കണ്ടിട്ട്, നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ കണ്ടിട്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലത്തെ ഉദയനൊരു അമ്പലത്തിലൊന്ന് പോകണം. അപ്പോൾ അത് നമുക്ക് വ്ളോഗിൽ ഞാൻ ഇതുവരെ ക്ഷേത്രം ഇട്ടിട്ടില്ല. കാരണം ആദ്യം ക്ഷേത്രമാണ് നമ്മൾ ഇടേണ്ടത്. കാരണം എൻ്റെ എല്ലാം ഒരു തുടക്കം അവിടെ നിന്ന്. കാരണം ഉദയനൊരമ്മയാണ് നമ്മുടെ ഈ വീടിൻ്റെ ഐശ്വര്യം തന്നെ. അപ്പം അമ്മയുടെ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുന്ന, ഒരു സെക്കൻഡ്. ഹലോ, പിന്നെ ഉണ്ണി സവാള മതിയല്ലോ അത്? ഓക്കെ ശരി. അപ്പോൾ അതങ്ങ് കയറ്റി വിട്ടേക്ക്. ആ 2 ചാക്കും കൂടെ വിട്ടേക്ക്. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ അല്ല, വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ നീ കൊണ്ടുപോയിക്കോ. ഓക്കെ, ശരി പോനെ, ശരി. നമ്മൾ ഉണ്ണിയെന്ന് വിളിച്ച കൂടെ ഉള്ള. അപ്പോൾ കാലത്തെ സവാളേന്ന് ലോഡ് വന്നു. അപ്പോൾ അവന് പോകുന്ന കാര്യം അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് കാലത്തെ ഉദയനൂർ പോവുക. പിന്നെ ഇന്ന് നമ്മുടെ ഒരു ഹോം ടൂർ അല്ല, നമ്മുടെ ഒരു വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഒരു ചാനൽ വരുന്നുണ്ട്. അവരുടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്കിതിൽ ഉൾപ്പെടുത്തി വിടാം. ഓക്കെ, അപ്പം ബാക്കി ഇനി അമ്പലത്തിൽ വെച്ച് കാണാം. അപ്പോൾ ഉദയനൂർ അമ്പലത്തിലോട്ട് പോവുകയാണ്. നമ്മൾ 5ാമത്തെ വ്ളോഗാണ്. ഓക്കെ, ക്ഷേത്രത്തിൽ കാണാം. അമ്പലം എത്താറായി. ഇതിപ്പോൾ മരുതൻകുഴിയിലാണ്. നമ്മൾ മരുതൻകുഴി ജംഗ്ഷൻ. ഇതിപ്പോൾ നമ്മുടെ ദേവിയുടെ, സരസ്വതി ദേവിയുടെ പൂജ, പിന്നെ ഒരു ആർച്ച്, നമ്മളെ ഒരു സ്പോൺസർഷിപ്പായിരുന്നു എൻ്റെ സൈഡിൽ. മരുതൻകുഴി ജംഗ്ഷനിലെത്തി. നമ്മളെ ഭീമൻ വെജിറ്റബിൾ ഷോപ്പ്. അത് കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു എൻട്രൻസ്. ജംഗ്ഷനിൽ ഉദയനൂർ ദേവി ക്ഷേത്രം. നമ്മൾ ക്ഷേത്രത്തിലെത്തി. വീട്ടിലോട്ട് പോവാം. അങ്ങനെ അമ്പലത്തിൽ പോയിട്ടിറങ്ങി ഇനി നേരെ വീട്ടിലോട്ട്. ഓക്കെ, ഹായ്. അങ്ങനെ അമ്പലത്തിൽ പോയിട്ടിറങ്ങി.
പ്രശ്നം. അപ്പോൾ ആദ്യം ഞാൻ ഈ ലോട്ടറി എടുക്കാം. ആൾക്കാർ മേടിക്കും ഈ ലോട്ടറി അടിച്ചിട്ട് ഇനി അതിൻ്റെ പൈസയും കൂടെ വാങ്ങിക്കാനല്ല. നമ്മളിപ്പോൾ സ്ഥിരം കാണാറുണ്ട് ഈ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോഴും മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ. കാരണം ഇവർ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ, വളരെ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് മിക്കപ്പോഴും. ഇതിപ്പോൾ ഞാൻ എടുത്ത വളരെ വയസ്സായിട്ടുള്ളൊരു അമ്മയുടെ നിന്ന് എടുത്തതാണ്. അപ്പോൾ അവർക്ക് ഇതൊരു ടിക്കറ്റ് വിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5 രൂപയോ 10 രൂപയോ കിട്ടും. അപ്പോൾ ഇല്ലാതെയും ഞാൻ അതിൽ കൂടുതൽ അവർക്ക് പൈസ കൊടുത്തു. പക്ഷെ അതല്ല, അതുകൊണ്ടല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ സഹായിക്കുമ്പം അത് അവർക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു 10 രൂപ കിട്ടി നമുക്ക് ഹാപ്പി അല്ലേ. നമ്മൾ അമ്പലത്തിൽ പോകുമ്പം എപ്പോഴും നമ്മൾ നടക്കി പൈസ ഇടാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഇപ്പോൾ ഇവർക്ക് ഒരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് സ്വരുക്കൂട്ടി വെച്ചിട്ട് അവർ അന്നത്തെ ഒരു കാര്യം വീട്ടിൽ നടക്കും. അപ്പം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. പിന്നെ ഭാഗ്യവും കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ്. ഓക്കെ, ഇനി നേരെ വീട്ടിലോട്ട് പോകാം. അതെ, വന്നോ മോനെ. ഓഫീസിലെത്തി. പിന്നെ ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഒരു പോരുന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതുവരെയുള്ള ക്ഷേത്ര ദർശനം കുഴപ്പമില്ല തോന്നുന്നു. അകത്ത് കയറാൻ, അകത്ത് വീഡിയോ അലോട്ടെല്ലാം തോന്നുന്നു. നെക്സ്റ്റ് ടൈം എന്തായാലും അമ്പലത്തിൽ കയറുമ്പോൾ അമ്പലത്തിൻ്റെ ഒരു വർഷവും കൂടെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തെ പറഞ്ഞൊരു വിശേഷത്തിൻ്റെ ഒരു വിശേഷം കഴിഞ്ഞു. രണ്ടാമത്തെ വിശേഷമാണ് നമ്മുടെ വീഡിയോയുടെ മീഡിയ ജിഞ്ചർ ലൈൻ മീഡിയ. അപ്പോൾ അടുത്ത നമ്മുടെ വീട്ടിൻ്റെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മീഡിയയിൽ കൂടെ നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് കാണുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അവരെത്തും, കൂടെ നമ്മൾ. അതുപോലെ നമ്മൾ ഈ ജിഞ്ചർ മീഡിയയുടെ ഒരു നെടും തൂണാണ്. കാരണം ഇതിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്ന രാജേഷ് ഒരു മീഡിയയിലെ സജീവമായ ഒരു വർക്കറാണ്. അപ്പം അദ്ദേഹവും ഇന്നിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഹായ്. അങ്ങനെ നമ്മൾ കറങ്ങി അവസാനം വിശന്ന് തല കറങ്ങി. നമുക്ക് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു, ബാങ്കിലെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, വൈഫിനൊരു പുതിയൊരു അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം പോയി. അത് സെക്കൻഡിലായിരുന്നു, അതെല്ലാം പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലത്തെ എന്താ പറയുക, നമ്മുടെ ജിഞ്ചർ മീഡിയ അവരുടെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് തന്നെ ഉച്ചയായി. നിങ്ങൾ കണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ഈ കാര്യത്തിന് വന്നത്. നല്ല വിശപ്പുണ്ട്. നിങ്ങളെപ്പോഴും വിചാരിക്കും എപ്പോൾ കണ്ടാലും വിശപ്പുണ്ടോ. ഇങ്ങനെയുള്ള നമ്മുടെ മരുന്നുകളിൽ നമ്മളെ ഹോട്ടലിൽ വന്നു അടിപൊളി മസാല ദോശ കൊണ്ടുപോയി. ഇത് കണ്ടിട്ട് തോന്നിവിടല്ലേ, ഓക്കെ. കഴിച്ചിട്ട് വരാം.
ഹായ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ആ കൊച്ചു കൊച്ചു കാര്യങ്ങളെ കുറിച്ച് കാലത്തെ തൊട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആകെ തളർന്ന് ഇപ്പോൾ ഫുഡ് കഴിച്ച് വീട്ടിലോട്ട് എത്തുകയാണ്. എന്തായാലും ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ഫ്രം ഭീമൻ വ്ളോഗ്സ്.